കൊച്ചി വാട്ടർ മെട്രോയിലാണ് ഇന്നത്തെ യാത്ര. നമ്മുടെ ലക്ഷ്യം വൈപ്പിനാണ്. ഹൈക്കോർട്ടിലാണ് ഇപ്പോഴുള്ളത്. ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 30 രൂപ. യാത്രാ സമയം 20 മിനിറ്റാണ്. വൈപ്പിൻകരയിലെ ജോൺസേട്ടന്റെ മിൽമ ബൂത്തിൽ നിന്ന് ഓരോ ചായ കുടിക്കുകയാണ് ഉദ്ദേശം. ജോണും ഇതളുമാണ് ട്രാവൽ പാർട്ട്നേഴ്സ്. സത്യത്തിൽ ഫോർട്ട് കൊച്ചിയായിരുന്നു മനസ്സിൽ. അവിടേക്കാണ് ടിക്കറ്റ് എടുത്തത്. പക്ഷേ അങ്ങോട്ടുള്ള ബോട്ട് പിടിക്കാൻ വന്ന ആളുകളുടെ നീണ്ട നിര കണ്ടപ്പോൾ ഞെട്ടി. എങ്കിൽ വൈപ്പിനിലേക്ക് പോകാമെന്ന് കരുതി. ചോദിച്ചപ്പോൾ ഇതേ ടിക്കറ്റ് മതി അവിടേക്കുള്ള യാത്രയ്ക്കും. യാത്രക്കാരുടെ എണ്ണം കുറവുമായിരുന്നു. അടുത്ത ബോട്ട് 10 മിനിറ്റിൽ വന്നു. ആളുകളുടെ എണ്ണം നിലവിലെ സിറ്റിംഗ് കപ്പാസിറ്റിയുടെ പകുതിയേ ഉള്ളൂ. സമയം വൈകുന്നേരം 6 മണി. തിരിച്ചു വരാനുള്ള അവസാന ബോട്ടിന്റെ സമയം 7:25. ഈ കുറഞ്ഞ സമയം കൊണ്ട് മറ്റ് സ്ഥലങ്ങൾ കാണാനുള്ള സമയമില്ല. അല്ലെങ്കിൽ പുതുവൈപ്പ് ലൈറ്റ് ഹൗസിലൊന്ന് കയറാമായിരുന്നു. 5 കിലോമീറ്റർ പോയാൽ മതി. കടലിൽ നിന്നൊരു കപ്പൽ കയറി വരുന്നുണ്ട്. ചുവന്ന ആകാശത്തു നിന്ന് ഒരു ഭീകരൻ കയറി വരുന്നത് പോലെയുണ്ട്. കുറെ പേർ വീഡിയോ എടുത്തു. ഇടയ്ക്ക് ഇതളിനെ ബോട്ടിലെ കൈപ്പിടികളിൽ തൂങ്ങണം. ജോൺ അവളെ സഹായിച്ചു. ബോട്ടിലെ ജീവനക്കാരൻ കൈവരികളിൽ പിടിച്ചു നിന്ന് കാറ്റുകൊള്ളുന്നു. ഇതൾ ചെറിയ ജനലിലൂടെ കണ്ണാടിക്കപ്പുറം AC തണുപ്പിൽ നിന്ന് ആ കാഴ്ച കാണുകയാണ്. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിന് സമീപത്തുകൂടെയാണ് യാത്ര. അപ്പുറത്തുകൂടി മറ്റൊരു മെട്രോ ബോട്ട് കടന്നു പോകുന്നു. വൈപ്പിൻ ബോട്ട് ജെട്ടി എത്തിയെന്ന് കണ്ടപ്പോഴേ എല്ലാവരും പുറത്തിറങ്ങാൻ റെഡിയായി. ഈ മെട്രോ ബോട്ട് ജെട്ടിയും ഭംഗിയുള്ളതാണ്. ശരി, ഇനി ചായ. അതിനു മുൻപ് ആദ്യം തന്നെ തിരികെ പോകാനുള്ള ടിക്കറ്റ് എടുത്തു. പുറത്തിറങ്ങി. തൊട്ടപ്പുറത്തു തന്നെയാണ് ജോൺസൺ ചേട്ടന്റെ മിൽമ ബൂത്ത്. ഓരോ ചായ പറഞ്ഞു. തിരക്ക് കുറവായതിനാൽ പെട്ടെന്ന് കിട്ടി. രാത്രിയാകാറായതിനാൽ ചില്ലുകൂട്ടിൽ ചായക്കടികൾ കുറവാണ്. അപ്പോഴാണ് ജങ്കാർ ഉടൻ വരുമെന്ന് കേട്ടത്. അതിലേക്ക് വാഹനങ്ങൾ കയറുന്നത് കാണാൻ തന്നെ രസമാണ്. തിരികെ പോകാനുള്ള ബോട്ട് ഇപ്പോൾ എങ്കിലും ജങ്കാറിൽ വാഹനങ്ങളും മനുഷ്യരും കയറുന്നത് കുറച്ചുനേരം നോക്കി നിന്നു. ജങ്കാർ നീങ്ങി തുടങ്ങിയപ്പോൾ ഞങ്ങൾ തിരികെ ബോട്ടിനായി ജെട്ടിയിൽ കയറി. പോണ്ടൂൺ എന്ന് എഴുതി വെച്ചത് ജോൺ കാണിച്ചു തന്നു. പോണ്ടൂൺ എന്നാൽ ജെട്ടികളിൽ നിന്ന് കായലിലേക്ക് നീട്ടി നിർമ്മിച്ച കോൺക്രീറ്റ് എംബാർക്കേഷൻ പോയിന്റുകളാണ്. ഇങ്ങോട്ട് വന്ന അത്ര പോലും യാത്രക്കാരില്ല തിരിച്ചു പോകാൻ. ബോട്ടിന്റെ അകത്തെ ശക്തിയേറിയ എല്ലാ വിളക്കുകളും അണച്ചു. പുറത്ത് കാഴ്ച കാണാനാണെന്ന് ഒരു ജീവനക്കാരൻ പറഞ്ഞു. എക്സിറ്റിന്റെ ഭാഗത്തെ പച്ച വെളിച്ചം മാത്രമാണ് ബാക്കി. നിറയെ ലൈറ്റുകൾ കായലിൽ തെളിഞ്ഞു കിടക്കുന്നു. മറ്റൊരു മെട്രോ ബോട്ട് നമ്മളെ മറികടന്നു പോകുന്നുണ്ട്. ഇരുട്ടിൽ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ കാണാം. നീലയിൽ മുങ്ങി മറ്റൊരു ടൂറിസ്റ്റ് ബോട്ട്. അതിൽ കയറാൻ 100 രൂപ മതിയെന്ന് അതിലെ ജീവനക്കാരൻ പറഞ്ഞിരുന്നു. ആളെ നോക്കിയാണ് അവർ വില ഈടാക്കുക. മെട്രോ ബോട്ടുകൾ വന്നതോടെ അവർക്ക് ഡിമാൻഡ് കുറഞ്ഞിട്ടുണ്ട്. ഇതൾ ഹാപ്പിയാണ്. നമുക്ക് ഇറങ്ങേണ്ട സമയമായി. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഏതോ ഒരു സംഘത്തിന്റെ ചെറിയ ഗാനമേള നടക്കുന്നു. ഒരു പാട്ടും കേട്ട് കടല കുറിച്ച് കുറച്ചുനേരം മറൈൻ ഡ്രൈവിലൂടെ നടന്ന് ഒടുവിൽ ഞങ്ങൾ മുറിയിലേക്ക് മടങ്ങി.